സ്വപ്ന സുരേഷിന്റെ വക്കീൽ എന്നുള്ള അഭിഭാഷണം എന്നുള്ള രീതിയിൽ പറഞ്ഞത് സ്വപ്ന സുരേഷിന്റെ ഫോണിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടുള്ള ചാറ്റ് തന്നെയാണ്. പിന്നെ ഈ ചാറ്റുകൾ ഇനിയും വരാനുള്ളതാണ് ഏറ്റവും പ്രധാന ചാറ്റുകൾ. അതല്ല ഇ ഡിയുടെ മുമ്പിൽ ഇഷ്ടംപോലെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെയും മകളുടെയും മകന്റെയും റസി ഉണ്ണിയോ അങ്ങനെയൊക്കെ തുടങ്ങി സകലമാന ആൾക്കാരുടെയും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് തെളിയിക്കുന്ന ചാറ്റുകൾ ധാരാളമുണ്ട്. നമസ്കാരം. സ്വപ്നയുടെ അഭിഭാഷകൻ വലിയ പ്രതീക്ഷയിലാണ്. ചാറ്റുകൾ ഇനിയും പുറത്തു വരാനുണ്ടത്രേ. മുഖ്യമന്ത്രിയുടേതടക്കം നേരിട്ട് ബന്ധമുള്ളതെന്ന് വിശ്വസിക്കുന്ന ചാറ്റുകൾ. സ്വപ്നയുടെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അത് സ്ഥിരീകരിക്കുക കൂടിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. ഇനി ചാറ്റിൽ ആരൊക്കെ? സ്വാഗതം സൺഡേ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി അഡ്വക്കേറ്റ് എ ജയശങ്കർ, അഡ്വക്കേറ്റ് സതീഷ് ഇടതു സഹയാത്രികൻ, സതീഷ് വസന്ത്, കെ വി ഉമേഷ് ബാബുവിനെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അജീസ് ബെൻ മാത്യൂസ് കോൺഗ്രസ് നേതാവും ചർച്ചയിലൊപ്പം ചേരും. ആദ്യം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. ചാറ്റുകൾ ഇനിയുമേറെ വരാനിരിക്കുന്നു. മുഖ്യമന്ത്രിയുടേത്, മകളുടേത്, മകൻ്റേത്, അവരുടെ നേരിട്ടുള്ള ബന്ധം വെളിവാക്കുന്നത്. സ്വപ്നയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഈ ചാറ്റുകൾ പുറത്തു വരുന്നതൊക്കെയും സ്വപ്നയുടെ ഫോണിൽ നിന്ന് ഉള്ളതു തന്നെ, ഇ ഡിക്ക് സമർപ്പിച്ച ഫോണിലെ കണ്ടെത്തലുകൾ തന്നെ എന്ന് പറയുന്നു. എങ്ങനെ സ്ഥിരീകരിക്കും നമ്മൾ? നോക്കൂ, ഈ ചാറ്റുകൾക്കെല്ലാം ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടോ? ഇതൊരു അഡ്വക്കേറ്റ് പറയുന്നതാണ്. അത് അഡ്വക്കേറ്റ് ആകുമ്പോഴത്തേക്ക് പലതും പറയും, ഒരു മാധ്യമങ്ങളിലൂടെ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ആധികാരികത നമുക്ക് പരിശോധിക്കണ്ടേ? എപ്പോഴും ചെന്നാലും മുഖ്യമന്ത്രിയുടെ അടുത്തല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്. നേരത്തെ ഇത് ഇലക്ഷൻ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഇലക്ഷൻ സമയത്ത് ഈ ഈ സ്വപ്നയുടെ കാര്യം വെച്ചുകൊണ്ടല്ലേ ഇവിടെ ഇലക്ഷനിലും വന്നത്. അന്ന് നമുക്ക് കിട്ടിയ ഇടതുപക്ഷത്തിന് LDFന് കിട്ടിയും കാട്ടി ഒരു മാൻഡേറ്റാണ് 99 സീറ്റോട് ജനങ്ങൾ നമ്മൾ അംഗീകരിച്ചത്. പക്ഷേ സതീഷ് വസന്ത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. സ്വപ്ന ആദ്യം പറയുന്നു ഇനിയുമേറെ തെളിവുകൾ വരാനിരിക്കുന്നു, കാത്തിരുന്നു കാണുകയെന്ന്. ആ തെളിവുകളായി ഇതിനെ ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഇ ഡി ആദ്യം CM രവീന്ദ്രനെ 4 വട്ടം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു. 3 വട്ടവും പോയില്ല. ഒരു തവണ ചെന്നു, 12 മണിക്കൂറോളം ചോദ്യം ചെയ്തു. സ്വപ്നയെ വ്യക്തിപരമായി അറിയില്ല എന്ന മറുപടിയാണ് അന്ന് CM രവീന്ദ്രൻ നൽകിയത്. പിന്നീട് ആദ്യ ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ, അതായത് ഉറങ്ങിയോ, ഭർത്താവ് അടുത്തുണ്ടോ, വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ചാറ്റുകൾ ആദ്യം പുറത്തു വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടാണ് അടുത്ത ചാറ്റ് വരുന്നത്. ഇപ്പോഴൊന്നും CM രവീന്ദ്രൻ മിണ്ടുന്നതേയില്ല. ഈ മൗനമാണ് ഈ ചാറ്റുകളെ സ്ഥിരീകരിക്കുന്നത്. നോക്കൂ, എല്ലാ കാര്യങ്ങളും ഈ നമ്മൾ ഈ കാറ്റടിക്കുന്നിടത്തെല്ലാം നമുക്ക് വേലി കെട്ടാൻ പറ്റും. ആളുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീലൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് എല്ലാ കാര്യത്തിനും ദിവസവും അല്ലെങ്കിൽ അതിന് ഡിബേറ്റായിട്ട് ഇത് കോടതിയൊന്നും അല്ലെന്നേ. ഇത് കോടതിക്കകത്താണെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് തിരികെ ഡിബേറ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു കരുതി കുട്ടികളോ ഇതാണ്. ഞാൻ പറഞ്ഞത് രവീന്ദ്രന് അദ്ദേഹം ഇത് ചെയ്തിട്ടില്ലാത്ത ആളാണ്. 40 വർഷത്തോളം രാഷ്ട്രീയത്തിൽ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫായി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി കഴിയുന്ന ഒരാളാണ് CM രവീന്ദ്രൻ. ആ മനുഷ്യന് ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊക്കെ പുറത്തു പറയാനുള്ള അവകാശമില്ലേ? അല്ല, അതന്നെ പറയേണ്ട സമയത്ത് അത് കോടതികളിലല്ലേ പറയാം, നമ്മളെ മാധ്യമങ്ങൾ കൂടിയാണ് പറയുന്നത്. അത് പറ്റുന്നേ ഇ ഡി ഇപ്പം നാളെ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പോട്ടുന്ന അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇ ഡിയിലകത്ത് സംസാരിക്കട്ടെ. ഇ ഡി അതിനുള്ള ആധികാരിക നേരത്തെ ഇ ഡി പരിശോധിച്ചിട്ടില്ലായിരുന്നു. ഇതൊന്നും പരിശോധിച്ചിട്ടല്ലേ നേരത്തെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. നേരത്തെ വന്നിട്ടുണ്ട്, ഇ ഡി വന്നിട്ടുണ്ട്, CBI വന്നിട്ടുണ്ട്, NI വന്നിട്ടുണ്ട്, കസ്റ്റംസ് വന്നു. ഇതിൻ്റെ ആധികാരികത ഒരു സമയത്ത് സ്വപ്ന സുരേഷ് തന്നെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇതിൽ നമ്മളെ ബിരിയാണി ചെമ്പിൽ എന്തോ മുഖ്യമന്ത്രിയുടെ ഇതിൽ കടത്തണമെങ്കിൽ എന്തിന് ബിരിയാണി ചെമ്പിൽ കൊണ്ടുവന്ന് അല്ലെ അദ്ദേഹത്തിൻ്റെ കാറിൽ കൂടി കടത്തിക്കൂടി. ഇതൊക്കെ പറയുന്നതല്ലെന്ന് ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസം മാധ്യമങ്ങളിലും അതുപോലെ ജനങ്ങളുടെ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നില്ലേ. വറ്റുന്നേ ഇ ഡി വന്ന് അന്വേഷിക്കുന്നത്. അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രി ഓടിപ്പോയൊന്നുമില്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളൊന്നും ഓടിപ്പോയിട്ടല്ലോ. ഇത് പിണറായിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് പോണത്. അഡ്വക്കേറ്റ് ജയശങ്കർ,
ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ വെളിപ്പെടുത്തൽ, അതായത് ഇനിയും ചാറ്റുകൾ വരാനുണ്ടെന്നും അത് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ളത് പുറത്തു വരാനിരിക്കുന്നു, മകനുമായി എന്നൊക്കെ പറയുന്നു. അത് സ്വപ്നയുടെ ഫോണിൽ ഉള്ളതു തന്നെയെന്നും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇന്നലെ പ്രൈം ഡിബേറ്റിനിടെ പറഞ്ഞു. ഈ സ്വപ്നയുടെ അഭിഭാഷകൻ്റേത് വെറും ആത്മവിശ്വാസമായി മാത്രം കണ്ടാൽ മതിയോ? ആദ്യമേ പറയട്ടെ, ശ്രീ കൃഷ്ണരാജ എൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം ഹാജരാകുന്ന കേസിലെ കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു TV ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞത് അനുചിതമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സരിതയുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ ഇതുപോലുള്ള പല വെളിപ്പെടുത്തലുകളും പണ്ട് ഏതാണ്ട് 5-6 കൊല്ലം മുമ്പ് നമ്മൾ ഈ സോളാർ വിവാദം ചർച്ച ചെയ്യുന്ന സമയത്ത് നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നു. ഫെനി ബാലകൃഷ്ണൻ ഓർമ്മയില്ലേ? ഏതാണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സുഹൃത്ത് കൃഷ്ണരാജ് പോയോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു കക്ഷി വക്കാലത്ത് ഏൽപ്പിച്ചാൽ അത് അവർ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു അഭിഭാഷകനുണ്ട്. ഞാൻ ഹാജരാകുന്ന ഒരു കേസിലെ ഒരു വിവരവും ഒരിക്കലും യാതൊരു കാരണവശാലും ഒരു ചർച്ചയിൽ ഞാൻ പറയുകയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും പറയുകയില്ല. നമുക്ക് 101% ഉറപ്പുള്ള കാര്യങ്ങൾ പോലും അത് ഒരു കക്ഷി നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കേണ്ടതല്ല. അത് എത്ര പൊതുപ്രാധാന്യമുള്ള വിഷയമാണെങ്കിലും പിന്നെ പറയാം. എപ്പോഴും വെച്ചാൽ കേസ് കഴിഞ്ഞ് വിധിയായതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അപ്പോഴും ആ കാര്യത്തിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളും കരുതലോടുകൂടി മാത്രമേ പെരുമാറാവൂ. മാത്രമല്ല, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും അഭിഭാഷകർ ചർച്ചയിൽ പങ്കെടുക്കുകയും അതിൻ്റെ മെറിറ്റിനെക്കുറിച്ച് നമ്മൾ കോടതിയിൽ ആർഗ്യൂ ചെയ്യാനൊക്കെ പകരമായിട്ട് ചാനലിൽ വന്ന് ആർഗ്യൂ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. പലപ്പോഴും കാണാറുണ്ട്. ഈ കേസിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല പ്രധാനപ്പെട്ട കേസുകളിലും അഭിഭാഷകർ ആ കേസിൽ ഹാജരാകുന്ന അഭിഭാഷകർ തന്നെ ഇതിൻ്റെ കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നേരത്തെ രവീന്ദ്രനെ ചോദ്യം ചെയ്തതാണ്, ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഈ കേസിന് 2 ഘട്ടങ്ങളുണ്ടെന്ന് നമുക്ക് ഏതാണ്ട് പറയാൻ കഴിയും. ഒന്ന്, സ്വപ്ന സുരേഷ് പൂർണ്ണമായിട്ട് ഒരു പ്രതി എന്ന രീതിയിൽ നിന്ന സമയം. സ്വപ്നയും സാരിത്വമൊക്കെ പ്രതികളായിട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായിട്ടാണല്ലോ വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെങ്കിൽ അപവാദം ഉയർന്നു വരുന്നു. അവിടെയും ഇതുപോലെ ക്രമക്കേടുകൾ നേരത്തെ ഉണ്ട്. വളരെ പ്രകടമായിട്ട് ഒറ്റക്കാഴ്ചയിൽ തന്നെ ക്രമക്കേടായിട്ട് കാണുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ ലൈഫ് മിഷനും റെഡ് ക്രസൻറ്റുമായിട്ട് ഉണ്ടാക്കിയ കരാർ, ആ കരാർ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒന്നാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിൽ സ്വപ്ന സുരേഷിൽ നിന്ന് കസ്റ്റംസുകാർ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റുകാർ, CBI ഇവരൊക്കെ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒന്നാമത് സ്വപ്ന സുരേഷ് ആ ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിരുന്നില്ല. കാരണം അവരുടെ സംരക്ഷകനായിട്ട് ശിവശങ്കർ പുറത്തുണ്ട്. അന്ന് ശിവശങ്കറും സ്വപ്നയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് അങ്ങനെ വിചാരിച്ചു. പക്ഷേ അതിനുശേഷം അവർ തെളിവെടുപ്പ് നടത്തി. സർക്കാർ CBI അന്വേഷണം വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് വിജിലൻസിനെ കൂടെ അന്വേഷണം പ്രഖ്യാപിച്ചു. മാത്രമല്ല, വിജിലൻസുകാർക്കെതിരായിട്ട് വിജിലൻസ് പോലീസും CBIക്കും എൻഫോഴ്സ്മെൻറ്റിനുമെതിരെ കേസെടുക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അവർ കോടതിയെ സമീപിച്ചു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സർക്കാരിന് ഇതിൽ പലതും മറക്കാനുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടായി. കാര്യം നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു, ഭൂരിപക്ഷം കിട്ടി. അതൊക്കെ ശരിയാണ്. തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷവും കേസിൻ്റെ മെറിറ്റും രണ്ടാണ്. അത് വേറൊരു വിഷയം, ഇത് വേറൊരു വിഷയം. രാഷ്ട്രീയം വേറെ, കേസ് വേറെ. അപ്പോൾ അതിൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ശ്രീമാൻ ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ തൊലി സംരക്ഷിക്കാൻ വേണ്ടി ഒരു സർവീസ് സ്റ്റോറി എഴുതി പ്രസിദ്ധീകരിച്ചു. അശ്വത്ഥാമാവ് വെറും ആന. ഈ ആനയാണ് സത്യത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയത്. സത്യത്തിൽ അദ്ദേഹം വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. സർക്കാർ സർവീസിൽ തിരിച്ചു കയറി ഉള്ള കാലം ജോലി ചെയ്ത് പെൻഷൻ മേടിച്ച് വീട്ടിൽ പോകുന്നതിന് പകരം പുള്ളി ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനൊരു സർവീസ് സ്റ്റോറി എഴുതി പ്രസിദ്ധീകരിച്ചു. അതും തെറ്റാണ്. കാരണം സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ സ്റ്റോറി എഴുതാൻ പാടില്ല. അത് എഴുതി പ്രസിദ്ധീകരിച്ചു. എന്തുമാട്ടെ, അത് പ്രസിദ്ധീകരിച്ചപ്പോൾ സ്വപ്ന സുരേഷ് വളരെയധികം ക്രൂദ്ധയായി. കാരണം അവരെ കുറ്റപ്പെടുത്തുകയും ഇയാൾ സ്വയം ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടില്ല. അതാണ് ഇതിലെ ടേണിംഗ് പോയിൻ്റ്. ഇതാണ്. ആ ഘട്ടത്തിൽ സ്വപ്ന സുരേഷ് പല കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങുന്നു. അവർ ഒരു പ്രതിയാണ് എന്ന് പോലും മറന്ന് അവരെ തന്നെ നാളെ കോടതിയിൽ അപകടത്തിലാക്കും എന്ന് അറിയാമായിരുന്നിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പുറത്ത് പറയുകയാണ്. അതായത് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ സത്യം ചെയ്ത് CRPC 164 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അവർക്ക് അറിയാവുന്നതും അവരുടെ പരിചയത്തിലുള്ള എല്ലാ കാര്യങ്ങളും രേഖകളും എല്ലാം അവിടെ സമർപ്പിച്ചു. അതിൽ നിന്നാണ് ഈ കേസിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസല്ല,
ലൈഫ് മിഷൻ അടക്കമുള്ള കാര്യം. അപ്പോൾ ഇവിടെ ശിവശങ്കർ സ്വയം അദ്ദേഹത്തിൻ്റെ കുഴി കുഴിച്ചു എന്ന് വേണം നമുക്ക് ഒരു അഭിഭാഷകൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പറയാൻ കഴിയുക. കാരണം രാഷ്ട്രീയമൊക്കെ മാറിക്കിട്ടെ, രാഷ്ട്രീയം വേറെ വിഷയമാണ്. അതിനേക്കാൾ ഒരു കേസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും സ്വപ്ന സുരേഷ് പറയാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ പറയാൻ ഇഷ്ടപ്പെടാത്ത, പറയാൻ താല്പര്യപ്പെടാത്ത, പറഞ്ഞാൽ അവരെ തന്നെ കുഴപ്പത്തിലാക്കിയേക്കാവുന്ന കാര്യങ്ങൾ പോലും ഒരു മുറിവേറ്റ കാമുകി എന്ന നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ വെറും ഒരു പ്രതി എന്നുള്ളത് മാറി. ഇനിയിപ്പോൾ ഞാൻ മുങ്ങിയാലും കുഴപ്പമില്ല, മറ്റുള്ളവർ മുങ്ങട്ടെ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തി. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ തുറന്ന് പറയാനിടയത്. അതിനുശേഷമാണ് കൃഷ്ണരാജ അടക്കമുള്ള ആളുകളൊക്കെ രംഗത്ത് വന്ന് ഞാൻ ഇതാരെങ്കിലും വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനും വേണ്ടി പറയുന്നതല്ല. ഈ കേസിൽ സംഭവിച്ച കാര്യം പ്രകടമായിട്ട് നമ്മൾ ഒറ്റ കാഴ്ചയിൽ കാണുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ശിവശങ്കരനെ വീണ്ടും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് രവീന്ദ്രനിലേക്ക് എത്തുന്നത്. പിന്നെ ഈ ചാറ്റുകൾ റിട്രീവ് ചെയ്യാനൊന്നും ഇവർക്ക് CBIക്കോ എൻഫോഴ്സ്മെൻറ്റിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. ശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗമിച്ചു. അതുകൊണ്ട് അത് റിട്രീവ് ചെയ്തു. ഒരു പക്ഷേ രവീന്ദ്രനെ നാളെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് ശരിയല്ല. നമ്മൾ 24 മണിക്കൂർ കൂടി കാത്തിരിക്കുക. ഈ വകയിലൊന്നും യാതൊരു പ്രവചനത്തിനും ഞാൻ ആളല്ല. അന്വേഷിക്കട്ടെ, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. പിന്നെ ഒരു ജനാധിപത്യ സമൂഹമല്ലേ, കാര്യങ്ങൾ പുറത്തു വരട്ടെ. നമ്മൾ എടുത്തു ചാടി ഒരു നിഗമനത്തിലേക്കോ ഊഹത്തിലേക്കോ പോകുന്നതിൽ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ചർച്ച ചെയ്യാൻ വിഷയം വേണമല്ലോ. ഇപ്പം തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ ശരിയാവില്ല. ശരി, ശ്രീ KC ഉമേഷ് ബാബു, ഈ CM രവീന്ദ്രൻ പ്രതിരോധത്തിലാണ്, തർക്കമില്ല. കാരണം വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു. അതിനു മുന്നേ തുടരെ ചാറ്റുകൾ പുറത്തു വരുന്നു. ഈ പുറത്തു വരുന്ന ചാറ്റുകൾ ഏതെങ്കിലും ഒരു കേന്ദ്രം പടച്ചുവിടുന്നതാണോ, അതോ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെ പറയുന്നത് പോലെ സ്വപ്ന അന്വേഷണ സംഘത്തിന് നൽകി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച തെളിവുകളിൽ പെടുന്നതായിരിക്കും? അല്ല, ഞാൻ രണ്ടാമത്തെ ഒരു ഭാഗം വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ സ്വപ്നയുടെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ വന്ന് കുറച്ച് മാസങ്ങളായല്ലോ. ഈ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം അവരെ കണ്ട ചില പത്രപ്രവർത്തകരുമായിട്ട് വ്യക്തിപരമായി അടുപ്പുള്ള ചിലരുമായിട്ട് ഞാൻ വിശദമായി സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവരെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ സ്വപ്നയുടെ ആത്മകഥ വായിച്ചതാണ്. അപ്പൊ അതിലൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഈ പത്രപ്രവർത്തക സുഹൃത്തുക്കളെങ്കിൽ വളരെ വിശ്വസ്തരായിട്ടുള്ള പത്രപ്രവർത്തകരൊക്കെ എന്നോട് സംസാരിച്ചത്, അവരോട് വളരെ മണിക്കൂറുകൾ സംസാരിച്ച ആളുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറയുന്നത് അവര് വളരെ 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 ആത്മവിശ്വാസമുണ്ട് അവർക്ക് ഈ കേസിൽ മുന്നോട്ട് പോവുകയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരള ഭരണത്തിലെ ഏറ്റവും പ്രമാണിമാരായിട്ടുള്ള പലരെയും കുഴപ്പത്തിൽ ചാടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വളരെ ആത്മവിശ്വാസമുണ്ടെന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ ആത്മകഥ വെളിവാക്കുന്ന ഒരു കാര്യം, അവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് അവരെന്തുമാത്രം ഇന്റലിജന്റ് ആയ ഒരാളാണ്. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള വളരെ ഡ്യൂബിയസ് ആയിട്ടുള്ള പല കേസുകൾ പെടുകയും പെടാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പലരെയും വാസ്തവത്തിൽ കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവരെ വ്യത്യസ്തമാക്കുന്നത് അവർ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള അങ്ങേയറ്റത്തെ ബുദ്ധി സാമർഥ്യം, അവർക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് എന്റെ വിഷയമല്ല, പക്ഷെ അവർക്ക് അങ്ങേയറ്റത്തെ ഒരു ബൗദ്ധിക ശേഷിയും ഒരുപക്ഷെ ഒരു വിനിമയ ശേഷിയും വളരെ വ്യക്തമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ ആത്മകഥയുടെ എല്ലാ ഭാഗങ്ങളും നോക്കിയാലും നമുക്ക് ഈ പറയുന്ന ഒരാള് ഒരു പുസ്തകം, നമ്മളൊക്കെ പുസ്തകം വായിക്കുന്ന ആളുകളാണ്, ഒരു പുസ്തകത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിശകലനം ചെയ്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ വ്യക്തിത്വം എങ്ങനെയാണെന്ന്. ഇങ്ങനെയുള്ള പല കാരണങ്ങളാണ്, അല്ലാതെ സ്വപ്നം പറഞ്ഞു എന്ന് മാത്രം വെച്ചിട്ടല്ല. പിന്നെ ഇപ്പോഴുള്ള EDയുടെ പുതിയ കാലത്തെ നടപടികൾ കൂടി നോക്കിയാല് ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ചാറ്റുകളുടെ പുറത്തല്ല അവർ നീങ്ങുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇത്തരം ചാറ്റുകളുണ്ട്. ഇതാണ് ഞാൻ ഈ പറയുന്ന പുതിയ പുറത്തു വരുന്ന ചാറ്റുകളെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ കാരണം. പിന്നെ ഒരു രണ്ടാമത്തെ കാരണം, ആ രണ്ടാമത്തെ കാരണം എനിക്ക് ശിവശങ്കറെ അറിഞ്ഞൂടാ, പക്ഷേ ഈ ശ്രീമാൻ പിണറായി വിജയൻ തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ ഉപഗ്രഹങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ആളുകളെ കുറിച്ചൊക്കെ എനിക്ക് ധാരാളമായിട്ടുള്ള പരിചയമുണ്ട്. ഈ CM രവീന്ദ്രനെ കുറിച്ചുള്ള വളരെ വലിയ, അദ്ദേഹമായിട്ട് നേരിട്ട് എനിക്ക് വലിയ വ്യക്തിബന്ധമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള സർവ്വ കഥകളും എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ അധികാരത്തിന്റെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികാരത്തിന്റെ മധുരം പലതരത്തിൽ ആളുകളെ ബാധിക്കാറുണ്ട്. ഇപ്പൊ EMS നമ്പൂതിരിപ്പാട് ധാരാളം അധികാരത്തിൽ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്.
ഈ EMS അധികാരത്തിന്റെ മധുരം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളികൾ പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വിരക്തനായിട്ടാണ് ഈ അധികാരത്തിന്റെ മധുരത്തെ കണ്ടിരുന്നത്, അനാസക്തനായിട്ട് എന്ന് മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറയാം. അപ്പോ അങ്ങനെ അനാസക്തിയുടെ പുറത്ത് അധികാരത്തിന്റെ മധുരത്തെ കാണുന്ന ആളുകളുണ്ട്. അധികാരം വളരെ മധുരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആസക്തരായിട്ട് ഈ അധികാരത്തിൽ മുഴുകുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകൾ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാല് ശ്രീമാൻ പിണറായി വിജയൻ മുതൽ അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക സെക്രട്ടറി ആയിട്ടുള്ള CM രവീന്ദ്രൻ വരെയുള്ള ആളുകള് അധികാര മധുരത്തെ ഒരു മുന്തിരിച്ചാറാക്കുകയും അത് ആവോളം ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രകൃതമുള്ള ആളുകളാണെന്നുള്ള സർവ്വ വിവരങ്ങളും എനിക്ക് അറിയുന്നതാണ്. അതിന്റെ എല്ലാം അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് അധികാരം നേടുന്ന ആളുകളുടെ വലയിൽ തങ്ങൾ കുരുക്കിയെടുത്തതാണെന്ന് തോന്നുന്ന ഒരു ചെറുപ്പക്കാരി ചെന്ന് പെട്ടാൽ അവരോട് അവരെങ്ങനെയാണ് പെരുമാറുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം മനുഷ്യ മനഃശാസ്ത്രം, പുരുഷ മനഃശാസ്ത്രം, പുരുഷാധിപത്യത്തിന്റെ മനഃശാസ്ത്രം, അധികാര ലഹരിയിൽ പുരുഷാധിപത്യത്തിന്റെ മനഃശാസ്ത്രം ഒക്കെ നമുക്ക് നോക്കാൻ അനേകം പാഠപുസ്തകങ്ങളുണ്ട്. അത് എന്തു വെച്ച് നോക്കിയാലും CM രവീന്ദ്രന്റെ ഈ സ്വപ്ന സുരേഷുമായിട്ട് ED ഇപ്പോൾ അവകാശപ്പെടുന്ന ചാറ്റുകളൊക്കെ ആ മനുഷ്യൻ നടത്തിയിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ശരി, ശ്രീ അജീസ് ബെൻ മാത്യൂസ്, അതായത് ചാറ്റുകൾ ഓരോന്ന് പുറത്തു വന്നു, അതിൽ സംശയങ്ങളുണ്ട്. അതായത് ഇനി ഈ സ്വപ്നയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതാണോ അതോ EDക്ക് മുന്നിൽ സമർപ്പിച്ചത് തന്നെയോ എന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചാറ്റ് CM രവീന്ദ്രനെയും മറികടന്ന് വരുമെന്ന പ്രതീക്ഷയുണ്ടോ കോൺഗ്രസിന്? കൃഷ്ണരാജ്, ഇത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അടക്കമുള്ള ലൈഫ് മിഷൻ അഴിമതി കേസ് അടക്കമുള്ളവ വെളിച്ചത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്ക് എത്രത്തോളമാണെന്ന് തെളിവ് സഹിതം ഞങ്ങൾ നിരത്തിയതാണ്. ഇപ്പൊ അതിന് ഉപോത്ബലകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളെ തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല. കാര്യം CPM പലപ്പോഴും പറയുന്നത് സ്വപ്ന സുരേഷ് ഒരു കളങ്കിതയാണ്, കുറ്റാരോപിതയാണ്, കള്ളിയാണ്, പെരുങ്കള്ളിയാണെന്നൊക്കെയാണ് CPMന്റെ സഖാക്കൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന പെരുങ്കള്ളി, ഈ പറയുന്ന കളങ്കിതയുമായിട്ട് അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നവരാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അടക്കം. പിന്നീട് ഈ പറയുന്ന സ്ത്രീയുമായി അവരെ എത്രത്തോളം അടുത്ത് അവരോട് ഇടപെട്ടിരുന്നവരാണ് CPMന്റെ മുൻ നേതാവ്, നിയമസഭാ സ്പീക്കറായിരുന്ന P. ശ്രീരാമകൃഷ്ണൻ. തോമസ് ഐസക് അവരോട് എത്തരത്തിലാണ് ഇടപെട്ടിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരുടെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ, അപ്പൊ CPMന്റെ നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ അവരുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവരോട് എത്ര ആഴത്തിലും എത്ര അടുപ്പത്തിലുമാണ് അവർ സംസാരിച്ചിരുന്നത്. P. ശ്രീരാമകൃഷ്ണനൊക്കെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്നും ഉറക്കച്ചവടുള്ള കണ്ണുകളോടുകൂടി അവർക്ക് അയച്ചിരുന്ന സെൽഫിയുടെ പടമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് പറയുന്നത് പൂർണ്ണമായി അവിശ്വസിക്കേണ്ട കാരണം നമുക്ക് ആർക്കുമില്ല. അത് ഓരോ ദിവസവും അവർ പുറത്തുവിട്ട തെളിവുകൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. CM രവീന്ദ്രൻ ആദ്യം എന്താ പറഞ്ഞിരുന്നത്? എനിക്ക് സ്വപ്നയുമായി പരിചയമില്ലായിരുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ചാറ്റ്. എനിക്ക് മുമ്പ് സംസാരിച്ച CPMന്റെ പ്രതിനിധി ബഹുമാനായ ശ്രീ സതീഷ് വസന്ത്, അദ്ദേഹം പറഞ്ഞു ഈ ചാറ്റുകൾക്കൊക്കെ എന്ത് ആധികാരികതയാണെന്നുള്ളത്. ഞാൻ വളരെ വിനയപൂർവ്വം പറയട്ടെ, ഈ ആധുനിക ശാസ്ത്രത്തിന്റെ ഇത്രയും വലിയ വികസനം പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചാറ്റുകളുടെ ആധികാരികതയൊക്കെ അറിയാനുള്ള സംവിധാനം നമുക്കുണ്ട്. വെറുതെ ഒരിക്കലും ED പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി കോടതികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അപ്പൊ അതൊന്നും കെട്ടിച്ചമയ്ക്കാൻ പറ്റില്ല. അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായ ആരോപണങ്ങൾ, അതിലൊക്കെ കാര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, CM രവീന്ദ്രൻ എന്ന് പറയുന്ന അയാൾ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. ശിവശങ്കറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ശിവശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും ടിഷ്യൂ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരെ മുഖ്യമന്ത്രി ഒപ്പിട്ട് തരുമായിരുന്നെന്ന് ശിവശങ്കരൻ പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശിവശങ്കരനെ അവർ തള്ളി പറയുന്നുണ്ട്. ഇന്നലെയും ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ശിവശങ്കരൻ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമൊന്നുമല്ല എന്ന് പറയുന്നത്. നമുക്കറിയാം ശിവശങ്കരൻ എങ്ങനെയായിരുന്നു ഈ ഭരണകൂടത്തെ സ്വാധീനിച്ചിരുന്നതും മുന്നോട്ട് നയിച്ചിരുന്നതും എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയാം. പക്ഷെ പലപ്പോഴും CPMന്റെ പാർട്ടി ക്ലാസുകൾ കേൾക്കുന്ന ഈ ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ പറയാറുണ്ട് അന്തം കമ്മികൾ എന്ന് പറയാറുണ്ട്.
അങ്ങനെയുള്ളവരെ പോലെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ പറയുന്ന CPM-ന്റെ നേതാക്കന്മാർ കരുതുന്നത്. എന്ത് തരത്തിലുള്ള ന്യായീകരണം പടച്ചുവിട്ടാലും ക്യാപ്സൂളുകൾ പടച്ചുവിട്ടാലും അതൊക്കെ വിശ്വസിച്ചോളുമെന്നാണ് കരുതുന്നത്. ഇപ്പൊ CM രവീന്ദ്രന്റെ കാര്യത്തിൽ CM രവീന്ദ്രൻ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് അവർക്ക് പറഞ്ഞു ഒഴിയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാ? കഴിഞ്ഞ 40 വർഷമായി വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള CM രവീന്ദ്രൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പദവിയിൽ എത്തുന്നത് വരെ കഴിഞ്ഞ 40 വർഷക്കാലം നിരവധിയായ CPM മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവായിരുന്ന അടക്കം സമയത്ത് CPM നേതാക്കന്മാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഈ 40 വർഷമായി CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട കേഡറാണ് CM രവീന്ദ്രൻ. അദ്ദേഹം ഏതെങ്കിലും IAS പാസ്സായി വന്ന ആളല്ല, UPSC-യോ BSc-യോ എഴുതി സർവീസിൽ വന്ന ആളല്ല, അങ്ങനെ ഡെപ്യൂട്ടേഷനിൽ വന്ന ആളല്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള CM രവീന്ദ്രൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ PS ആയിട്ട് ഇപ്പോഴും തുടരുന്നത്? അദ്ദേഹത്തിനെതിരെ ചെറുവിരൽ പോലും അനക്കുവാൻ ഇത്ര വലിയ ആരോപണം ഉണ്ടായി. ലൈഫ് മിഷൻ കോഴക്കേസ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടു. 40ഓളം JCB-യോ 40ഓളം ടിപ്പറുകളോ ഒക്കെ അദ്ദേഹത്തിന് ബിനാമി പേരിലുണ്ട്. അതൊക്കെ ഊരാളുന്ന ലേബർ സൊസൈറ്റിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു, വലിയ തരത്തിലുള്ള സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടു. ഇതൊക്കെ തെളിയിക്കപ്പെടണ്ടേ? എന്തുകൊണ്ടാണ് CPM പോലെ പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി, തൊഴിലാളി വർഗത്തിന്റെ ഈ പാർട്ടി ഇതുപോലെയുള്ള കളങ്കിതരെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? മാറ്റി നിർത്തണ്ടേ? എന്തുകൊണ്ടാണ് മാറ്റി നിർത്താത്തത്? വലിയ രഹസ്യങ്ങളുടെ കലവറയാണ് ഇവരുടെയൊക്കെ മനസ്സ്. മാറ്റി നിർത്തി കഴിഞ്ഞാൽ നാളുകളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി എത്രയാണെന്നുള്ള കാര്യം ഇവർക്ക് അളക്കാൻ പോലും സാധിക്കില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. CM രവീന്ദ്രൻ ഒരു CPM കേഡറാണ്. ആ CPM കേഡറിനെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആൾ ഇന്നലത്തെ സ്വപ്നയുടെ ചാറ്റിൽ പറയുന്നുണ്ട്, കൗ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് പോലും CAW എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കൗ എന്നുള്ള ഒരു വാചകത്തിന്റെ LKG കുട്ടികൾക്ക് പോലും പഠിക്കുന്ന കൗവിന്റെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ലാത്ത ഒരാളെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കേരളത്തിലെ നവകേരളത്തിന്റെ സാക്ഷര കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം ഇരിക്കുകയാണ്. അതിന്റെ യോഗ്യത എന്താണ്? ആ യോഗ്യത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, അഴിമതി, സകല തരത്തിലുള്ള തോന്നിവാസങ്ങളുടെയും സകല തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളുടെയും ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് CM രവീന്ദ്രൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും അവിടെ തുടരാൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ CPM-ന് എത്ര വലിയൊരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, അവർക്ക് പാർട്ടി ഫ്രാക്ഷനുകളുണ്ട്. എന്തിനാ പറയുന്നത്? ഗവൺമെന്റ് ഓഫീസുകളിൽ പോലും അവർക്ക് പാർട്ടി ഫ്രാക്ഷൻ. ശരി അജീസ്, ഞാൻ വരാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, പ്രതിയോഗികൾ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ലൈഫ് പദ്ധതിയിൽ അഴിമതിയേ ഇല്ല, സർക്കാരിന് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ്. അതായത് നാളെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു അഴിമതി പോലുമില്ല, 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടുമില്ലെന്ന്. 1 മുഴം നീട്ടിയെറിയുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അല്ല, ഞാൻ ജയശങ്കർ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമ്മളൊക്കെ അഡ്വക്കേറ്റാണ്. സാറ് പറഞ്ഞ പോലെ നമുക്കൊരു വക്കാലത്ത് തന്നു കഴിഞ്ഞാൽ ആ വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ സീക്രറ്റ് ആയിട്ട് നമ്മൾ കോടതിയിൽ മാറ്റി സബ്മിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം നേരത്തെ ഫെനി ബാലകൃഷ്ണൻ സരിതയിലേത് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണരാജിനെ പോലെ ആൾക്കാർ ഒരു TV-യിലും അതുപോലെ ജനസമൂഹത്തിലും ഈ ഞാൻ അഡ്വക്കേറ്റാണെന്നുള്ള ഒരു ഫേമസ് വരാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെയില്ല. ഒന്ന് മനസ്സിലാക്കി. സാറ് പറഞ്ഞത് 100% കറക്റ്റാണ്. അപ്പോൾ ഇത് അത് മനസ്സിലാക്കുന്നത്. രണ്ടാമത് നമ്മളെ ഉമേഷ് ബാബു സാർ പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഷീസ് എ ഇൻ്റലിജൻറ്റ് ഗേൾ എന്നാണ്. ശരിയാണെന്നേ, അവർ ഒരു ഇൻ്റലിജൻറ്റ് ഗേൾ ആയതുകൊണ്ട് മാത്രമല്ലേ നമ്മളെ കോൺസുലേറ്റിനെയും നമ്മളെയൊക്കെ പറ്റിക്കാൻ പറ്റിയത്. 100% അങ്ങനെയാണ്. ഇന്റലിജന്റ് ഗേളാണ് അവര് അവരുടെ വയസ്സിനോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഇവിടുത്തെ പോലീസ് സംവിധാനത്തെയും ഒക്കെ മറികടന്ന് നിങ്ങളെയൊക്കെ എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പറയാം. ഈ ഇന്റലിജന്റ് ഈ എല്ലാവർക്കും ഇന്റലിജന്റ് വരുമെന്നേ അങ്ങനെയൊന്നുമല്ല. ആ ഇന്റലിജന്റ് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കാര്യമാണ്. ഈ ഇന്റലിജന്റ് അദ്ദേഹം അവര് പുസ്തകം എഴുതിയെന്നാണ് പറഞ്ഞത്. എന്തോന്നാണ് പറയുന്നത്? അവർ പറയുന്നതല്ല. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണോ? നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്നിട്ടുണ്ടല്ലോ സരിത നായർ. എന്തായി ആ കേസിന്റെ അവസാനത്തെ ഇത് കോടതി? അല്ലെ, നമ്മളെ കോൺഗ്രസിന്റെ വക്താവൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് മുൻ സ്പീക്കറായ രാമേശന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ് ഒന്ന് മനസ്സിലാക്കേണ്ടതേ നേരത്തെ ആരൊക്കെ അനിൽകുമാർ
നമ്മളെ ഐബിയുടെ എന്നാ പല പേരിലും അന്ന് സരിത നായർ വന്നു. അതാണ് ആ കേസുകൾ എന്തായി? 7 വർഷമായി ഇവിടെ ഭരിക്കുന്നത് ആരാണ്? അതാണ് ആ കേസ്. അവരെയൊക്കെ പിടിച്ചകത്തിടണം. അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ എവിഡൻസ്, നമ്മളൊരു കേസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്ത് ചർച്ച ചെയ്താലും കോടതിയിലേതായ നിയമമില്ലേ? അതുപോലെ ഉമേഷ് സാർ പറഞ്ഞു ED-യുടെ ആധികാരികത പറയാണ്. ഞാൻ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാൾ, ഏറ്റവും വിശ്വസ്തൻ, ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കഴിയുന്ന ഒരാൾ, ആ ആളിന് എങ്ങനെയാണ് സ്വപ്നയുമായി ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ പറ്റുന്നത്? അല്ല, ഞാൻ അവരെ ഒന്നും വക്കാലത്തല്ലേ, മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കാണ് നമുക്കൊരു വിഷയം. ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത് അവർക്ക് കൂടെ നിൽക്കുന്നവർ എന്ത് ചെയ്യണമെന്നും എപ്പോഴും മുഖ്യമന്ത്രിക്ക് അത് നോക്കിക്കൊണ്ടിരിക്കാൻ ഫ്ലാറ്റിലുള്ളവർ അവിടുത്തെ സ്ഥിര സന്ദർശകനാണെന്നും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും ഒക്കെ പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയല്ലോ, ഓർമ്മയുണ്ടോ? എന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അല്ല, അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. അദ്ദേഹം ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്ക് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് നമുക്ക് മോറൽ പോലീസൊന്നും നമുക്ക് ആവാനൊന്നും പറ്റില്ല. അത് നമുക്ക് അത് ആധികാരം. പിന്നെ ED-യെ പറ്റിയിട്ടുള്ള ഇതെന്ന് പറയുന്നത് BBC നിങ്ങൾക്കറിയാലോ, പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഉള്ള ഒരു വീഡിയോ ദർശനം വന്നപ്പോഴത്തേക്ക് BBC-യെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ED അവിടെ ഇത് പോയാണ്. അപ്പം ED-യെ പറ്റിയൊന്നും നമ്മൾ പറയാനില്ല. കോൺഗ്രസ് വക്താവിന്റെ ഇത് കർണാടകയിലെ നിങ്ങളെ നേതാക്കന്മാരെയൊക്കെ പിടിച്ച് അകത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ കോൺഗ്രസിനും CPM-നും ഒക്കെ ആ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്, അതിൽ തർക്കമൊന്നുമില്ല. ED നല്ലത് ചെയ്യുമ്പോൾ അല്ല, അത് അവർക്കെതിരെ വരുമ്പോഴേക്കും ED തെറ്റാണ്, അതൊക്കെ സ്വാഭാവികം. ഞാനത് സമ്മതിക്കുന്നു. അത് കോൺഗ്രസ് രണ്ടഭിപ്രായം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഞാനത് ഇന്നലെയും ചോദിച്ചതാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നത്. അല്ല, ഈ വിശ്വസ്തനല്ലേ നേരത്തെ അല്ലേ നിങ്ങൾ ചോദ്യം ചെയ്തതന്നെ? നേരത്തെ നാളെ കേസ് മാറ്റുന്നേ നമുക്ക് കോടതിയിൽ നമ്മൾ അതിനു മുമ്പേ നമ്മൾ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. അദ്ദേഹം ഒരു സമയത്തും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും എൻ്റെ കൂടെ നിന്ന ഉദ്യോഗസ്ഥനോ അത് നമ്മളൊന്നും സംരക്ഷിക്കുന്നതന്നെ. പിന്നെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാല് അങ്ങനെയുള്ള കളയെല്ലാം നമ്മൾ പാർട്ടിയിൽ നിന്നല്ല LDF-നെ കളയുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന എല്ലാം കറക്റ്റാണ്. എല്ലാ വക്കാലത്തും അത് പല കാരണങ്ങളാൽ വിഭാഗീയത അടക്കം. അഴിമതിയേ ഇല്ല എന്ന് അദ്ദേഹം. അല്ല, ഞാൻ പറയുന്നത് ഇത് 100% ഇല്ല. നമുക്കെന്ന് വെച്ചാൽ ലൈഫ് മിഷൻ്റെ അടുത്ത് നമുക്ക് ഗവൺമെന്റിനോ ഒന്നും ഒരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല എന്നേ. നമുക്കൊരു പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം മടങ്ങി വരാം ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് A. ജയശങ്കർ, അതായത് മൗനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, CM രവീന്ദ്രൻ മിണ്ടുന്നില്ല, അഥവാ മിണ്ടാൻ അനുവദിക്കുന്നില്ല. തെറ്റ് എൻ്റെ ഭാഗത്തല്ലെങ്കിൽ എനിക്കത് തുറന്നു പറയാനുള്ള അവസരമില്ല. നോക്കൂ, ഇവരൊക്കെ ഇതിന് മറുപടി പറഞ്ഞാൽ, കളങ്കിതയ്ക്ക് മറുപടി പറയുന്നില്ല എന്നാണ് അവരുടെ പക്ഷം എങ്കിൽ പോലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. പറഞ്ഞാൽ പാതി തീരില്ലേ ഈ വിവാദം? അല്ല, സാധാരണ ഏത് പൊതുപ്രവർത്തകനെതിരായിട്ട് ആരോപണങ്ങൾ വന്നാലും അവരവരുടെ ഭാഗം വിശദീകരിക്കുക എന്നുള്ളത് വളരെ സാധാരണ രീതിയാണ്. അതിനിപ്പോൾ LDF, UDF, BJP അങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ കരുതേണ്ടതില്ല. ഏത് പാർട്ടി, ഏത് പൊതുപ്രവർത്തകനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അവരുടെ ചുമതല ഉത്തരവാദിത്വമാണ്. കാരണം അവരുടെ പേരുമായി ബന്ധപ്പെട്ട് അപവാദത്തിൻ്റെ ഒരു പുകപടലമുണ്ടായി കിടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഉമേഷ് ബാബു പറഞ്ഞതിൻ്റെ 2 ഭാഗമുണ്ട്. ഒന്ന്, സ്വപ്ന സുരേഷിൻ്റെ സമീപകാലത്തുള്ള നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ള എനിക്ക് തോന്നിയത്, ഇവർ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് വരുംപരായികളെക്കുറിച്ച് ഭയമില്ല, എന്ത് സംഭവിച്ചാലും ഇത്രേ ഉള്ളൂ എന്ന ഒരു തികഞ്ഞ ആത്മവിശ്വാസം അവർക്കുണ്ട്. മാത്രവുമല്ല, ഈ അഭിഭാഷക വൃത്തി ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യം, ഇവർ സത്യം പറയുന്ന ആളെയും കള്ളം പറയുന്ന ആളെയും നമുക്ക് കണ്ട ഏകദേശം മനസ്സിലാവും. പോലീസുകാർക്ക് മനസ്സിലാവുന്ന പോലെ. സാധാരണ നമ്മുടെ തൊഴിൽ ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവർ യാതൊരു കൂസലുമില്ലാതെ അവരുടെ ശരീരഭാഷയും സംസാര രീതിയും എല്ലാം ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്ന തികഞ്ഞ ബോധ്യത്തോട്ടാണ് അവർ പറയുന്നത്. ഒരു കാര്യം. രണ്ടാമത്, അവരുടെ ആത്മകഥ പോലുള്ള ഈ പുസ്തകം ഞാൻ വായിച്ചു. അത് കേവലം ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒന്നല്ല എന്നത് വായിച്ചാൽ മനസ്സിലാക്കും. കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, കുട്ടിക്കാലം മുതൽക്ക് അവരുടെ വീട്ടിൽ അവർ നേരിട്ട അവഗണന,
പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടായ ദുഃഖകരമായ പല സംഗതികളും, അവരുടെ ചെറുപ്രായത്തിൽ ഒരു വൈദികൻ്റെ കൂടെ ഒളിച്ചോടി പോകാനിടയായ സാഹചര്യം, അതിനുശേഷം അവരുടെ വീട്ടുകാർ ആലോചിക്കാതെ നടത്തിയ വിവാഹ ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ, വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ ഉണ്ടായ മറ്റൊരു ബന്ധം, പിന്നെ വിവാഹമോചനം, നിരവധി പ്രശ്നങ്ങൾ, അവർ ജീവിതത്തിലുണ്ടായ അനവധി വിഷയങ്ങൾ വളരെ സത്യസന്ധമായിട്ട്, അത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്രയും വെട്ടി തുറന്നുള്ള ഒരു അവതരണ രീതിയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ, അല്ലെങ്കിൽ ശിവശങ്കരനുമായിട്ടുണ്ടായ ഒരു ആത്മബന്ധം. അതാണ് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ്. അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീയായിട്ട് UAE കോൺസുലേറ്റിൽ ഒരു ജീവനക്കാരിയായിട്ട് പോകുവാൻ, ശിവശങ്കരനുമായിട്ടുണ്ടായ ഒരു ആത്മബന്ധം, അതിൻ്റെ വിശദാംശങ്ങൾ, അത്യാവശ്യം തെളിവുകളൊക്കെ അവർ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി അവരിൽ ഒരുപാട് തെളിവുകളുണ്ടെന്ന് നമുക്ക് തോന്നി. അങ്ങനെ ആ ബന്ധത്തിൻ്റെ പരിണതി എന്ന രീതിയിൽ ഈ ഹൈ സൊസൈറ്റിയിൽ ഇവർക്കുണ്ടായ ഒരു വലിയ സ്വാധീനം, അതിൻ്റെ ഭാഗമാണ് ശ്രീരാമകൃഷ്ണൻ അല്ലെങ്കിൽ KT ജലീൽ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റാളുകൾ, തോമസ് ഐസക്ക്, ഇങ്ങനെ ആനുഷംഗികമായിട്ട് പരാമർശം മാത്രമേ ഉള്ളൂ. മറ്റ് പല ആളുകളെക്കുറിച്ചും ഉള്ള കാര്യങ്ങൾ, ഷാർജ ഭരണാധികാരിയുടെ സന്ദർശനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത് വരെയുള്ള കാര്യങ്ങൾ, അതിൽ കേസുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ഇതിൽ വ്യക്തമാക്കുന്നില്ല എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ചാലും ഇവർ ജെനുവിനായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നും. അതിൽ ഇവർ പറയുന്നത് സത്യസന്ധമാണ് എന്ന ഒരു ഇമ്പ്രഷനാണ് ആ പുസ്തകം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവരുടെ കയ്യിലുള്ള തെളിവുകൾ, അത് മാത്രമല്ല, ഈ പുസ്തകം പുറത്തു വന്ന ഘട്ടത്തിൽ പോലും ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തികളാരും പേര് പറഞ്ഞ് ഇവർ പരിചയപ്പെടുത്തിയിരുന്നില്ല. പിന്നെ അടുത്ത സ്റ്റേജിലാണ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും മറ്റുമൊക്കെ വളരെ പരുഷമായ പല കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞു. എന്ന് മാത്രമല്ല, കടകംപള്ളി അവർ വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പോൾ പത്രക്കാർ ചോദിച്ചവർ, മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു കാര്യം ഞാനിപ്പോഴും ഓർമ്മിക്കും. ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലായ ഒരാളാണ് KT ജലീൽ. ഓർമ്മയുണ്ടല്ലോ, KT ജലീലിനെ ആ ചോദ്യം ഞാൻ വിളിപ്പിച്ചു. അദ്ദേഹം പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ പ്രച്ഛന്ന വേഷം ധരിച്ച് EDയുടെ ഓഫീസിൽ പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. KT ജലീൽ സംശയത്തിൻ്റെ പുകപടലത്തിൽ നിന്നിരുന്ന ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വപ്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല, ജലീൽ സാർ ഏറ്റവും മാന്യനായ ഒരാളാണ്, അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുത്ത് തെറ്റായ ഒരു രീതിയിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രി എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ മുൻ മന്ത്രി പലരും തെറ്റിദ്ധരിച്ച ജലീലിനെയാണ്, പക്ഷെ പിന്നെയാണത് കടകംപള്ളിയാണ് എന്ന് പുറത്തു വന്നു. ഞാൻ പറഞ്ഞത്, അവർ ജെനുവിനായിട്ടുള്ള ഒരാളാണ് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിൽ ആരോപണ വിധേയരായ ഒരാൾ പോലും അവർക്കെതിരെ ഒരു നിയമ നടപടി ആരംഭിച്ചിട്ടില്ല. തോമസ് ഐസക് ആവട്ടെ, കടകംപള്ളി ആവട്ടെ, ശ്രീരാമകൃഷ്ണനാവട്ടെ, ആരും ഇവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയപ്പിച്ചിട്ടില്ല. അതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയപ്പിച്ചാലും ഒരു അപകടം വരാൻ പോകുന്നത് ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള മറ്റാളുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളുമൊക്കെ. അപ്പോൾ അവർ നിയമ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ടാണ് ആരും, ഒരാൾ പോലും ഒരു വക്കീൽ നോട്ടീസ് പോലും അയപ്പിക്കാത്തത്. നമ്മുടെ സോളാർ വിവാദം ഉണ്ടായ സമയത്ത് ഞങ്ങളൊക്കെ ഈ ചർച്ചയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത ആൾക്കാർ. അന്ന് നമ്മുടെ ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന K സുരേന്ദ്രനെതിരെ 26, 27 വക്കീൽ നോട്ടീസുകൾ വന്നു. സുരേന്ദ്രനാണ് ഏറ്റവും ശക്തമായിട്ട് ഈ പല ആരോപണങ്ങളും ഉന്നയിച്ചത്. പക്ഷേ ഒരാൾ പോലും കേസ് കൊടുത്തില്ല. കാരണം കേസ് കൊടുക്കാന്ന് വെച്ചാൽ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, അതുകൊണ്ട്. പക്ഷേ വക്കീൽ നോട്ടീസ് അയപ്പിക്കുക എന്നുള്ള സാധാരണ നടപടിക്രമമാണ്, അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ഇത് പൊതുവേ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളെ കൂടുതൽ പ്രബലമാക്കുന്ന, അല്ലെങ്കിൽ അതിന് ശക്തി പകരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. അതായത് നിയമ നടപടി സ്വീകരിക്കാൻ ആരും കൂട്ടാക്കുന്നില്ല, ആരും വക്കീൽ നോട്ടീസ് പോലും അയപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. ശരി, എങ്കിലേക്ക് വരാം. ശ്രീ KC ഉമേഷ് ബാബു, അതായത് ഇപ്പോൾ നാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റിന് നീങ്ങാമെന്ന് നിയമോപദേശം EDക്ക് ലഭിച്ചിട്ടുണ്ട്. ഹാജരാകുമോ? ഈ ചാറ്റുകൾ വന്ന പശ്ചാത്തലത്തിൽ അത്ര പെട്ടെന്ന് ഹാജരാകാൻ മനസ്സു കാണിക്കുമോ എന്ന സംശയമുണ്ട്. എങ്കിലും ഹാജരായാൽ അറസ്റ്റിന് വരെ സാധ്യതയുമുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് പിടിവീഴുമെന്നുറപ്പായാൽ മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാതിരിക്കാനാകുമോ? അതൊരു $1 മില്യൺ ചോദ്യമാണ് സായിപ്പിന്റെ ഭാഷയിൽ. പക്ഷെ അങ്ങനെ ഈ മുഖ്യമന്ത്രി ചെയ്യുന്ന, ഈ മുഖ്യമന്ത്രിയെ കുറെ കാലമായിട്ട് നേരിട്ട് വളരെ വളരെ വ്യക്തിപരമായിട്ട് അറിയാമായിരുന്ന ഒരാളെന്നുള്ളതിൽ എനിക്കറിയാം. അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു എല്ലാ കാലത്തും അദ്ദേഹം സ്വീകരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ ഇത്ര വിജയകരമായി തീർക്കാൻ പാകത്തിൽ അദ്ദേഹം ഉപയോഗിച്ചതൊരു പ്രധാനപ്പെട്ട തന്ത്രം, തനിക്ക് ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം കാലം ആളുകളെ ഉപയോഗിക്കുകയും തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന നിമിഷം അത്തരം ആളുകളെ കൈയൊഴിയുകയോ വലിച്ചെറിയുകയോ ചെയ്യുക എന്നുള്ളതാണ്. കണ്ണൂരിൽ അങ്ങനെ ഒരു വലിയ പട്ടികയുണ്ട് ഞങ്ങളുടെ കയ്യിൽ.
അതിൽ ചിലര് ഞങ്ങളോട് ഈ സങ്കടം മുഴുവൻ ഈ മനുഷ്യൻ എത്ര ഹൃദയശൂന്യനാണ് എന്ന് പറഞ്ഞ ആളുണ്ട്. എന്നെ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ട് എന്നെ എത്ര മോശമായിട്ടാണ് കൈയൊഴിഞ്ഞത് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞങ്ങൾ കണ്ണൂരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഇത്തരം സ്ഥലങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ശിവശങ്കരനെ കൈയൊഴിഞ്ഞതുപോലെ ശിവശങ്കരനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ എത്ര അടുത്ത ആളായിരുന്നു ശിവശങ്കരെന്ന് നിങ്ങൾ പത്രക്കാർക്കൊക്കെ തിരുവനന്തപുരത്ത് കുറച്ചു കാലം പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് പോട്ടെ, കുറച്ചു കാലം വിട്, കഴിഞ്ഞ 7 വർഷം പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഈ ശിവശങ്കർ IAS എന്ന് പറയുന്ന ആള് പിണറായിയുടെ എത്ര വലിയ ആളായിരുന്നു എന്നറിയാം. അദ്ദേഹം ഇപ്പൊ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് മിണ്ടുന്നില്ല മനുഷ്യൻ. അതുപോലെ നാളെ ഇയാളെ കൊണ്ടുപോയി കഴിഞ്ഞാല്, CM രവീന്ദ്രനെ കൊണ്ടുപോയി കഴിഞ്ഞാലും പിണറായി വിജയൻ അയാളെ കൈയൊഴിയാനാണ് 100% സാധ്യത എന്ന കാര്യം എനിക്ക് ഉറപ്പായി പ്രവചിക്കാൻ കഴിയും. അത് നേരത്തെ CPM-നോട് സംസാരിച്ച വക്കീൽ പറയുന്ന പോലെയൊന്നല്ല, അദ്ദേഹം കൈയൊഴിയാ ചെയ്യുക. കാരണം തന്റെ ഞങ്ങളുടെ ഭാഗത്ത് പറയും തടിക്ക് പിടിക്കാത്തത്. നിങ്ങളുടെ തടിക്ക് പിടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആരെ കൊണ്ടാണ് നമ്മുടെ തടിക്ക് പിടുത്തം വരിക അയാളെ കളയാം എന്നുള്ളതാണ്. രവീന്ദ്രൻ കളയും, പക്ഷേ രവീന്ദ്രനെ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രൻ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടമൊക്കെ എവിടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം. ഈ രവീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടാതെ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് സമീപിക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ. ഇത്തവണത്തെ എനിക്കറിയില്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ രവീന്ദ്രന്റെ ഇരിപ്പിടം പോലും ക്രമീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ എവിടെ ഇരിക്കുന്നുള്ളത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ അനേകം രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് രവീന്ദ്രൻ വ്യക്തിപരമായിട്ട് വളരെ ദുർബലനായിട്ടുള്ള ഒരാളുമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തപ്പോ എത്ര വട്ടാണ് ഹൃദയം തകരാറിലായിട്ട് രവീന്ദ്രൻ ആശുപത്രിയിലായതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ നമ്മുടെ ആളുകളൊക്കെ മറന്നു പോകുന്നുണ്ടാണ്. പലവട്ടം രായ്ക്ക് രാമാനം രവീന്ദ്രൻ ഹൃദയം തകരാറിലാവുകയും അദ്ദേഹം പല കുറി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. അപ്പൊ നാളെ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഒരു ആശങ്കയുണ്ടാവും. രവീന്ദ്രൻ വ്യക്തിപരമായിട്ട് വളരെ ദുർബലനാണ്. ശിവശങ്കറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇപ്പോഴും ED കസ്റ്റഡിയിൽ ED വൃത്തങ്ങൾ കോടതിയിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ കരുത്തുണ്ട്, വലിയ അക്കാഡമിക് കരിയർ CM രവീന്ദ്രനെ പിടികൂടിയാൽ ഈ ദുർബലമായ ഹൃദയമായതുകൊണ്ട് അദ്ദേഹം ചിലത് തുറന്നു പറഞ്ഞേക്കാം. അദ്ദേഹത്തെ ഗ്രില്ല് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാല് EDയെ പോലെയുള്ള ആളുകളിൽ അവർ വളരെ സമർത്ഥരായ ഇന്നോവേറ്റേഴ്സ് ആണെങ്കിൽ ഈ ശിവശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങനെ വീഴ്ത്താൻ കഴിയില്ല എന്നാണ് ഇത്രയും ദിവസത്തെ കാര്യത്തിൽ EDയും പത്രക്കാരും ഒക്കെ പറയുന്നത്. കാരണം അദ്ദേഹം വളരെ കരുത്തുള്ള ഒരാളാണ്. അങ്ങനെയാണ് രവീന്ദ്രൻ എന്ന് ഞാൻ കേട്ടിട്ടില്ല. രവീന്ദ്രനെ ഒരു പക്ഷേ EDയുടെ സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാര് പക്ഷെ ഗ്രില്ല് ചെയ്ത് പലതും പറയിപ്പിച്ചേക്കാൻ ഇടയുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെയാ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഒരുപാട് രാഷ്ട്രീയ കാര്യം, ED, CBI അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കസ്റ്റംസ്, അതൊക്കെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ ഒരു വട്ടം രാഷ്ട്രീയ നാടകങ്ങൾ മുഴുവൻ കളിച്ചതാണ് ഈ ഏജൻസികളെല്ലാം തന്നെ. അതുകൊണ്ട് ഈ രവീന്ദ്രൻ ചോദ്യം ചെയ്തിട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വിവരങ്ങളൊക്കെ സംഘടിപ്പിച്ചാൽ പോലും ED അതുമായിട്ട് പിന്നീട് എങ്ങോട്ടാ പോകാമെന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. പക്ഷേ വിവരങ്ങൾ രവീന്ദ്രനിൽ നിന്ന് കിട്ടുക വളരെ എളുപ്പമാണെന്നാണ് രവീന്ദ്രനെ കുറിച്ചുള്ള ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് രവീന്ദ്രന്റെ ഹൃദയം വീണ്ടും തകരാറാകുകയും അദ്ദേഹം മെഡിക്കൽ കോളേജിലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ സംരക്ഷണയിൽ ഹൃദയ ചികിത്സയിലേക്ക് പ്രവേശിക്കാനും ഒരുപക്ഷെ സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയുള്ള ഡിഫൻസ് രവീന്ദ്രന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വരാനിടയുണ്ട്. ഈ ശിവശങ്കറിനെ പോലെയല്ല, രവീന്ദ്രനെ ഈ പറയുന്ന ഗാർഡ് ചെയ്യാൻ, അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ, അദ്ദേഹത്തെ EDക്ക് കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടായേക്കാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, അജീസ് മാത്യൂസ്, അതായത് ഈ സമീപകാലത്ത് ഇത്രയേറെ വിവാദ വിഷയങ്ങൾ സ്വപ്നയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടും അതിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാൾ പെട്ടിട്ടും കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം അത്ര കണ്ട് സജീവമാക്കുന്നില്ല ആ വിവാദം. നിങ്ങൾ കാത്തിരിക്കുന്നതോ? അജീഷുമായുള്ള അജീഷ് മൈക്ക് മ്യൂട്ടാണ്. കേൾക്കാം, പറയും. ഞങ്ങൾ വളരെ സജീവമായി തന്നെ സമരരംഗത്തുണ്ട്. ഞങ്ങളുടെ സമരരംഗത്തുള്ളത് ഇന്ധനവില വർധനവിനെതിരെ അല്ലെങ്കിൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കെതിരെ, സെസ് കൂട്ടിയതിനെതിരെ ഒക്കെയുള്ള സമരരംഗത്താണ് ഇപ്പോഴുള്ളത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങൾ വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്, സമരരംഗത്തുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട സമയത്ത് അത് നടത്തിയിരിക്കുന്നു.
കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുള്ളത്, ആത്മാർത്ഥമായി നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. മുമ്പ് ഇ ഡിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഇവിടെ പറഞ്ഞു. അത് കോൺഗ്രസിന്റെ കർണാടകയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലെയോ നേതാക്കന്മാരെ കുറിച്ച്. ഇ ഡിയെ കുറിച്ച് ഞങ്ങൾക്ക് അതേ കാഴ്ചപ്പാട് തന്നെയാണ്. ഇ ഡി പലപ്പോഴും ഇതുപോലെ ഭരണകൂടത്തിന്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും, സ്വർണ്ണക്കള്ളക്കടത്ത് എത്രയോ ആരോപണങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയെ നേരിട്ട് ഇതുവരെ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും ഇ ഡി തയ്യാറായിട്ടില്ല. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ട്, ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയും കാടലും പടത്തിലും ഒക്കെ അടിച്ചു കളിക്കുകയാണ്, യഥാർത്ഥ സ്ഥലത്തോടെ എത്തുന്നില്ല. അപ്പൊ ഇ ഡി ഇപ്പോഴും ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ്. ഇപ്പോഴും CM രവീന്ദ്രനും ഇപ്പോഴും ശിവശങ്കരനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഇ ഡിയും ഇവിടുത്തെ പിണറായി വിജയനും ഒക്കെ തമ്മിൽ പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലേ, എന്നിട്ടും ഇത്ര വലിയ ആരോപണം ഉണ്ടായിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലേ, അതിന്റെയൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോയ പല കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നമ്മൾ പറയേണ്ടി വരും. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനത്തെ കുറിച്ച് കൃഷ്ണരാജ് കുറച്ചു മുമ്പ് പറഞ്ഞു. അദ്ദേഹം മൗനത്തിന്റെ തടങ്കലിലാണ്, വാ തുറക്കാൻ പറ്റില്ല. ഒരു 7 വർഷം മുമ്പുള്ള പിണറായി വിജയന്റെ പല വിഷ്വൽസും ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അട്ടഹസിക്കുകയായിരുന്നു പിണറായി വിജയൻ, അല്ലേ? അട്ടഹാസം, അദ്ദേഹത്തിന്റെ പരിഹാസം, പുച്ഛം എന്തൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വളരെ ലൈവായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വിഷ്വൽ ഉണ്ട്. മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് പോകണമെന്ന് പറയുന്നു. അദ്ദേഹം തന്നെ ഇപ്പൊ പലവരും കണ്ടു കാണും. ഇപ്പൊ വാ തുറക്കാൻ സാധിക്കുന്നുണ്ടോ ശ്രീമാൻ പിണറായി വിജയൻ? എന്തുകൊണ്ടാണ്? അത് മുമ്പ് പറഞ്ഞതുപോലെയാണ്. പിണറായി വിജയൻ വാ തുറന്നു കഴിഞ്ഞാൽ അതിന് എതിരായി ഇപ്പോ സ്വപ്ന സുരേഷ് എന്തൊക്കെ ആയിരിക്കും പിന്നീട് വിളിച്ചു പറയാൻ പറ്റില്ല. ബഹുമാന്യായ ജയശങ്കർ വക്കീൽ മുമ്പ് പറഞ്ഞു, ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നില്ല. അത്ര കൃത്യമായ നിരീക്ഷണമാണ്. അല്ല, അത് ഇന്നലെ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജും പറഞ്ഞു, വെല്ലുവിളിക്കുന്നു, ഒരു വക്കീൽ നോട്ടീസ് അയക്കൂ, ഞങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് വരൂ, വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ കള്ളമാണെങ്കിൽ എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. കൃഷ്ണരാജ് കണ്ടില്ലേ, ഇന്നലെ പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പിടിച്ച് ജയിലിലാക്കിയിരിക്കുകയാണ്. പോസ്റ്റ് ഇട്ടതിന് ഈ BBC-യെ റെയ്ഡ് ചെയ്തതിന് പിണറായി വിജയൻ വിമർശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാരണം നമ്മൾ കാണുന്നുണ്ട്. UP-യിൽ സിദ്ദിഖാപ്പിന് വേണ്ടി കരഞ്ഞ പിണറായി വിജയൻ, സിദ്ദിഖാപ്പിന് വേണ്ടി മുറവിളി കൂട്ടിയ പിണറായി വിജയൻ ഇവിടെ ഒരു സാധാരണ പ്രവർത്തകൻ തനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ പിടിച്ച് ജയിലിലിടുകയാണ്. അതാണ് സ്ഥിതി. ഇവിടെ സരിതക്കാലം എന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വപ്നകാലം എന്നാണ് നമ്മൾ പറയുന്നത്. ആ സരിതക്കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിനിമയിൽ മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്ന് പറയുന്നത് പോലെ. സെക്രട്ടേറിയറ്റിന്റെ വാതിക്കൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എത്ര CPM നേതാക്കന്മാരായിരുന്നു നിരാഹാരം കടന്നിരുന്നത്, രാത്രികാല സമരം എതിരായിരുന്നു. സരിത നടത്തിയ വെളിപ്പെടുത്തലുകൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേ? ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു, KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, നിങ്ങളുടെ എത്ര. എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ CBIക്ക് ആ കേസ് ഫോർവേഡ് ചെയ്യുകയും CBI അന്വേഷിച്ചിട്ട് അതിലൊരു കഴമ്പുമില്ലെന്ന് പറഞ്ഞ് അവർക്കൊക്കെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കാലത്തേക്ക് നമുക്കൊന്ന് നോക്കാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ ആരോപണം ഉണ്ടായി. നിങ്ങൾ എന്താ കരുതുന്നേ? ഇന്നത്തെ പോലെയല്ല. അന്ന് അവരെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കി, അവർക്കെതിരെ പോലീസ് കേസെടുത്തു, പലരും ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടായി UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ ഈ ചർച്ചയ്ക്കിടയിൽ വെച്ച് ഞാൻ ഈ പറയുന്ന ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പാർട്ടി കേഡറാണ് CM രവീന്ദ്രൻ. നിങ്ങൾക്ക് ഈ അന്വേഷണം ഇത്ര വലിയ ഒരു ആരോപണം ഉണ്ടായിട്ട് അന്വേഷണം നടത്തി തെളിയിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇയാളെ മാറ്റി നിർത്താൻ ധൈര്യമുണ്ടോ? മാറ്റി നിർത്തി നിങ്ങൾക്ക് അന്വേഷണം നടത്താൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ എത്രയുണ്ട്. അവരെ കൊണ്ടെങ്കിലും അന്വേഷിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അതാണ് മുമ്പ് പ്രിയപ്പെട്ട ഉമേഷ് ബാബു പറഞ്ഞതുപോലെ, ജയിലിനുള്ളിൽ പോയി കഴിഞ്ഞാൽ തത്ത പറയുന്നത് പോലെ ചിലപ്പോൾ എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പിണറായി വിജയൻ ഉണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്താണെന്നുള്ള വിവരം അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം പ്രസക്തമാണ്. അതായത് വക്കീൽ നോട്ടീസ് അയച്ചുകൂടെ, നിയമ നടപടിക്ക് പൊക്കൂടെ? അപ്പോഴുള്ള മറുപടി സ്വപ്ന കളങ്കിതയാണ്, അവർക്കെന്തിന് മറുപടി പറയണമെന്നാണ്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് കൂടി കഴിഞ്ഞ് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം. ചർച്ചയിൽ ഇനി 4 മിനിറ്റുകൾ മാത്രം ബാക്കി. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ജനം തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടം, അതും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിപ്പിച്ചു പറഞ്ഞയച്ച ഒരു ഭരണകൂടം,
ആ ഭരണകൂടത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന വിവാദങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ അതിലെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവകാശം ജനത്തിന് നിഷേധിക്കുന്നത് എന്തിനാണ്? അതിന് തടസ്സം നിൽക്കുന്നത് എന്തിനാണ്? നോക്കൂ, നമ്മൾ LDF അല്ലെങ്കിൽ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ഒരിക്കലും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുത്തുന്നതല്ല. നമ്മളിത് കോടതി അന്വേഷിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ഇതിനൊരു ഇതല്ലേ, ഒരു തെളിവ് വരുന്നില്ലേ. നേരത്തെ നമ്മൾ കോൺഗ്രസിൻ്റെ വക്താവ് അജീഷ് പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഇത് വേണമെങ്കിൽ അങ്ങനെ ഒരു തെളിവില്ലെന്നേ. ഇതൊക്കെ നിങ്ങൾ അന്നും പറഞ്ഞെന്നേ. ഈ 2 വർഷത്തിന് മുമ്പേയും ഈ കാലഘട്ടത്തിലും മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൊട്ടരികത്തിൽ ഇപ്പോൾ എത്തും, നാളെ എത്തും, എത്തിട്ടെന്നേ. നമുക്ക് ഭയമില്ലെന്നേ. ഈ വഴിയിൽ മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കുള്ളൂ. മുഖ്യമന്ത്രി മനസ്സിലാക്കണം. കൃഷ്ണരാജ് പറഞ്ഞത് CM-ന്റെ മടിയിൽ നമുക്ക് ഇപ്പൊ കുടുംബത്തിന്റെ മടിയിലും കനമുണ്ട്. അല്ല, നമ്മൾ ഇതിപ്പോ വഴിയിൽ പേടിക്കുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ കൃഷ്ണരാജ് പറയുന്നത് അദ്ദേഹം ഒരു വക്കീലാണ്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നാളെ കാലത്ത് നമ്മളൊരു നോട്ടീസ് അയച്ചാൽ പറയും, ഇതാ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു, ഇതാ നോട്ടീസ് അയച്ചിരിക്കുന്നു അദ്ദേഹത്തിന്. ഇതാണ് ഇവിടുത്തെ ഒരു സംസാരം. നമുക്ക് അതിലൊന്നും പേടിയില്ല. LDF-നെ സംബന്ധിച്ച് ഈ 5 വർഷക്കാലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് ആക്കൊരു ആശങ്കയൊന്നും വേണ്ടത്. ആത്മവിശ്വാസത്തോടെ തന്നെ നമ്മൾ ഇരിക്കുന്നത്. അഡ്വക്കേറ്റ് A. ജയശങ്കർ, അവസാനമായി ഒരു ചോദ്യം കൂടി. ED ശരിയായ വഴിയിലൂടെ വരുമെങ്കിൽ CM വിയർക്കുമോ വൈകാതെ? അല്ല, ഈ ED കേസിന് ഒരു വലിയ പരാധീനത ഉള്ളത് ഈ മണി ലോണ്ടറിങ് അന്വേഷിക്കാൻ മാത്രമേ അവർക്ക് അധികാരമുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും ഈ ലൈഫ് മിഷനിൽ നടന്നുള്ള അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസോ അല്ലെങ്കിൽ CBI ആണ്. അപ്പോൾ CBI അന്വേഷണം ഉണ്ടാകും എന്ന ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് വിജിലൻസുകാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ആ ഫയലുകൾ മുഴുവൻ അവർ കൈവശത്തിലെടുക്കുകയും ചെയ്തു. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണത്തിന് സാങ്കേതികമായിട്ടൊരു പരിമിതിയുണ്ട്. അതായത് പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ആരോപണം മാത്രമേ അവർക്ക് നിയമപരമായിട്ട് അന്വേഷിക്കാൻ കഴിയൂ. ആ അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. അപ്പോൾ അതിൽ തെളിവുകൾ കിട്ടിയതുകൊണ്ടാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇനി അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്താൻ ഞാൻ ഏതായാലും തയ്യാറില്ല, പല കാരണങ്ങളുമുണ്ട്. ഏതായാലും അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുള്ളൂ. നമ്മൾ അന്വേഷണം ഏത് രീതിയിലായാലും നമ്മളതിൻ്റെ റിസൾട്ട് കാത്തിരിക്കണമല്ലോ. മുഖ്യമന്ത്രി കളങ്കിതനാണെങ്കിൽ കളങ്കിതനാണെന്ന് കണ്ടെത്തും. അല്ല, അദ്ദേഹം കളങ്കിതനല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി കളങ്കിതനാകാതിരിക്കുന്നുള്ള നമുക്ക് എല്ലാവർക്കും നല്ലത്. എല്ലാവരും സന്തോഷിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ആര് തന്നെ ആയാലും ശരി, ഉമ്മൻചാണ്ടി ആയാലും ശരി, പിണറായി വിജയനായാലും ശരി, കേരള മുഖ്യമന്ത്രി കളങ്കിതനായൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അനഭിലഷണീയമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളാണെന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും മാത്രമല്ല, കേരളീയരായ എല്ലാ ആളുകൾക്കും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശിവശങ്കറിനെ പിടികൂടിയപ്പോൾ പാർട്ടി പറഞ്ഞു ശിവശങ്കർ പാർട്ടിക്കാരനല്ല, അയാൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന്. ഇനി നാളെ ചോദ്യം ചെയ്യലിന് ഹാജരായി പിടിമുറുകിയാൽ CPM എന്തു പറയും? സർക്കാർ എങ്ങനെ പ്രതിരോധിക്കും? പിണറായി വിജയൻ പ്രതികരിക്കുമോ? സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് A. ജയശങ്കർ, KC ഉമേഷ് ബാബു, സതീഷ് വസന്ത്, അജീസ് ബെൻ മാത്യൂസ് ചർച്ചയിൽ പങ്കുചേർന്നതിന്. നമസ്കാരം.